നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ നടൻ പൂജപ്പുര രാധാകൃഷ്ണൻ. ജഗതി വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായാണ് രാധാകൃഷ്ണൻ ജനവിധി തേടുക. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റാണ് പൂജപ്പുര രാധാകൃഷ്ണൻ. പാർട്ടി ചെയർമാനും മന്ത്രിയുമായ KB ഗണേഷ് കുമാറാണ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPIM സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. സർവശക്തിയും ഉപയോഗിച്ച് ഇടതുമുന്നണി മത്സരിക്കും. ഇടതുമുന്നണി അംഗത്തിനിറക്കുക പ്രമുഖ സ്ഥാനാർത്ഥികളെ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും ഇടതുമുന്നണി വർദ്ധിത ആവേശത്തിലാണെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ വിജയം നേടുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർവശക്തിയും ഉപയോഗിച്ച് ഇടതുമുന്നണി മത്സരിക്കും. ഫലപ്രദമായ സ്ഥാനാർത്ഥികളെ ഇറക്കും. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശൂരും സ്വാധീനം വർദ്ധിപ്പിക്കും. കണ്ണൂർ പിടിക്കണം. ഞങ്ങളുടെ എല്ലാവരും പ്രമുഖ സ്ഥാനാർത്ഥികളാണ്. ഏത് കാലത്താണ് സർക്കാരിനെതിരെ ആരോപണമില്ലാത്തത്? അതിലൊന്നും കാര്യമില്ല. ആരോഗ്യമേഖലയെക്കുറിച്ച് ആദ്യമായാണോ പരാതി? ഇതെല്ലാം ജനം തിരിച്ചറിയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആലപ്പുഴയെ മാരകായുധങ്ങളുമായി 3 അംഗ സംഘത്തിന്റെ ആക്രമണം. ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് സംഭവം. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കുടുംബസമേതം പോയപ്പോൾ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഒരാളുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡോക്ടറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി യുവാവിനെ 1.5 വർഷമായി വഞ്ചിച്ച കേസിൽ യുവതി പിടിയിൽ. 68 ലക്ഷത്തോളം രൂപ പലതവണയായി യുവാവിൽ നിന്ന് കൈപ്പറ്റിയെന്നാണ് പരാതി. 35 വയസ്സുകാരിയായ മുബീനയാണ് പിടിയിലായിരിക്കുന്നത്. 2023 ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വർഷമായിട്ടും പ്രതിയെ പിടികൂടാനായിരുന്നില്ല. എറണാകുളം ലുലുമാളിൽ വെച്ചാണ് ഒടുവിൽ പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യുവതിയുടെ കയ്യിൽ നിന്നും 1 ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തി. ഇവരോടൊപ്പം ലിവിംഗ് ടുഗദറായി ജീവിച്ചിരുന്ന 2ാം പ്രതി ശ്യാം സന്തോഷ് നേരത്തെ പിടിയിലായിരുന്നു. ഇയാൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക 2 ഘട്ടങ്ങളായി. തീയതികൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 9-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ട വോട്ടെടുപ്പ് 11-ന് നടക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. തീയതി പ്രഖ്യാപിച്ചതോടെ മട്ടന്നൂർ ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു.